It's very interesting because from this line you can understand the truth of the election in Kerala. നിങ്ങൾക്ക് ഈ ഒരൊറ്റ വരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. On the LDF side, they literally stole the gold from Ayyappa's temple and replaced it with brass. നമ്മുടെ LDFന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ശബരിമലയെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് അവർ അക്ഷരാർത്ഥത്തിൽ സ്വർണം കൊള്ളയടിക്കുകയും അവിടെ ചെമ്പ് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. And on the other side, the person who talks about temples and God in every single speech suddenly forgot temple and God when he came to Kerala. അതേസമയം മറുവശത്ത് നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ പ്രസംഗത്തിലും ക്ഷേത്രങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയുന്ന ഒരാൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും മറന്നുപോയി. Wherever Mr. Narendra Modi goes, he gives long speeches about temples, God, religion. നരേന്ദ്രമോദി എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം അദ്ദേഹം ക്ഷേത്രങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും വലിയ പ്രസംഗങ്ങൾ നടത്തും. But when CPM leaders steal from one of Kerala's biggest temples, when they steal the gold and replace it with brass, when they insult the temple, when nothing is done to the people who steal the gold, Narendra Modi keeps quiet. പക്ഷെ കേരളത്തിലെത്തുമ്പോ ഇവിടുത്തെ CPM നേതാക്കന്മാർ ശബരിമലയെ അയ്യന്റെ സ്വർണം കൊള്ളയടിച്ച് അവിടെ അതിനെ ചെമ്പ് മാറ്റി വെച്ചതിനു ശേഷം കേരളത്തിലെത്തുമ്പോ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഈ നരേന്ദ്രമോദി മിണ്ടുന്നില്ല. He has to choose between God and supporting the left front, and he is choosing the left front. Imagine the man.